ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കട്ട് ഓഫ് റൈഡർ. കട്ട് ഓഫ് റൈഡറിൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പണം. പണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പണം നമ്മളിലേക്ക് എങ്ങനെ ആകർഷിച്ച് എടുക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും പണത്തിന് പുറകെ പോകാനേ പാടില്ല. പണം നമ്മളെ തേടി വരണം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കണ്ടുവരുന്നത്. അത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ചെറിയൊരു ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് പണം നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഇനി മുതൽ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഗൂഗിൾ പേക്കകത്ത് എമൗണ്ട് അടിച്ചതിന് ശേഷം അടിയിലാണെങ്കിൽ ആഡ് നോട്ട് അടിക്കുന്ന ഒരിത് കാണത്തില്ലേ? അപ്പോൾ അതിലാണെങ്കിൽ നിങ്ങൾ താങ്ക് യു ഫോർ ദ മണി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാൾക്ക് ആ പൈസ അയച്ചു കൊടുക്കുക. അത് നമ്മുടെ കയ്യിൽ നിന്നും ആ പണം നമ്മളിപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുകയാണല്ലോ. അപ്പോഴും ആ പൈസ നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ആ പൈസ വേറൊരാൾക്ക് കൊടുക്കേണ്ട വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉപകാരപ്പെട്ടല്ലോ ആ പൈസ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പൈസ കൊടുക്കാവുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് അയ്യോ നഷ്ടം വന്നു, 100 രൂപ കൂടി പിന്നെ നഷ്ടം വന്നു എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ആ പൈസ അവിടെ കൊടുക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞു വന്നാൽ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴും അത് സ്വീകരിക്കുമ്പോഴും നമ്മൾ ആ പണത്തെ ബഹുമാനിക്കുക എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അതിപ്പോൾ 1 രൂപയാണെങ്കിൽ പോലും ആ പണത്തെ നമ്മൾ ബഹുമാനിക്കുക. ആ പണത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പൈസ ചിലവാക്കുകയാണെങ്കിലും സ്വീകരിക്കുകയാണെങ്കിലും നമ്മളിലേക്ക് ആ പൈസ ആകർഷിക്കുന്നതായിരിക്കും. കയ്യിൽ നിന്നും പോകുന്ന പണം നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുകയോ അതുപോലെ തന്നെ സ്വീകരിക്കുമ്പോൾ അത് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ പണം വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും. ഒരിക്കലെങ്കിലും ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.